ഓയിൽ മാറി, പിന്നെ അല്ലാതെ ജനറലായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയിൻ ലൂബൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡ്യൂക്ക് 2 കൊണ്ടുള്ള പയ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയിൻ ലൂബ് അടിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പെഡോക്ക് ഇല്ലാതെ എങ്ങനെയാണ് ചെയിൻ ലൂബ് അടിക്കണമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീട്ടിലോട്ട്. അപ്പോൾ നമ്മളെ വണ്ടിയും ആ ഡ്യൂക്കും കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചെയിൻ ലൂബ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിം ഒന്ന് തുടക്കായിരുന്നു. ചെയിൻ ലൂബ് തെറിച്ചുകൊണ്ട് റിമ്മും കാര്യങ്ങളും തുടക്കി നമ്മൾ വണ്ടി സെറ്റാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് കഴുകി സെറ്റാക്കി. അതിൻ്റെ വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഇനി ചെയിൻ ലൂബ് അടിക്കണം. അപ്പോൾ ഇതിൽ പെഡോക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് ഇതിൽ ചെയിൻ ലൂബ് അടിക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ അടിക്കുന്ന ചെയിൻ ലൂബ് ഏതാ? TR. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെയിൻ ലൂബാണ് അടിക്കുന്നത്. ജസ്റ്റ് അപ്പോൾ നമുക്ക് ചെയിൻ ലൂബ് അടിക്കാം. പിന്നെ നമ്മൾ ഇതിൽ സെറ്റാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ടോ, പക്ക കിടിലാക്കി വെച്ച് ഇതിന് ഇതിൽ ചെയിൻ ലൂബ് അടിക്കാം. അപ്പോൾ എന്താ ഇരുട്ടാവാറായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയിൻ ലൂബ് അടിക്കാം. ഇതിൽ ചെയിൻ ലൂബ് അടിക്കാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചരിച്ച് വയ്ക്കുക. അപ്പോൾ 2 പേര് വേണം. 2 പേരില്ലാത്ത വശം വേറൊരു സംഭവം കട്ട എടുത്ത് ഇതിൻ്റെ അടി വെച്ച് ചരിച്ച് വെച്ച് അടിക്കാം. അപ്പോൾ എന്തായാലും ഞാനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്ന് തള്ളാം. ഇങ്ങനെയൊക്കെ കാലൊക്കെ വെച്ചിട്ട് ന്യൂട്രൽ തന്നെയാണോ? ഇത്രയും മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ തള്ളി വെച്ച് കൊടുക്കുക. ബാക്ക് ടയർ പൊങ്ങും. അപ്പോൾ 2 പേര് വേണം. പിന്നെ നമ്മൾ വണ്ടി ഓണാക്കിയൊന്നൊന്നുമല്ല അടിക്കുന്നത്, അല്ലാതെ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു അടി അടിച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ വയ്ക്കാം. യെസ്, അങ്ങനെ നമ്മൾ ചെയിനിൽ പഠിച്ച് ഇത്ര തന്നെയാണ്. ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. എന്തായാലും വണ്ടി കഴുകിയ ഒരു ഇതിൽ ചെയിൻ അടിച്ച് വൃത്തിയാക്കണമല്ലോ. വൃത്തിയാക്കിയപ്പം ചെയിൻ ലൂബ് പോയി, അതുകൊണ്ട് ഒന്ന് അടിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി റിം കുറച്ചും കൂടെ തുടക്കാറുണ്ട്. അപ്പോൾ അതിനാണ് തുണിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. വണ്ടി സെറ്റായി, കണ്ണാടി പോലെ കണ്ടുകൂടല്ലേ? അതാ ഞാൻ തന്നെ. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റി പറയാം. എന്നാലും അതിൻ്റെ സർവീസ് എത്രയായി? 5000 രൂപയായി സർവീസ്. എത്ര? 30,000 സർവീസോ? 30,000 സർവീസ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഏകദേശം 5000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. എന്തൊക്കെ മാറി ഇതിൽ? ഓയിൽ, ജനറൽ സർവീസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓയിൽ മാറി, പിന്നെ അല്ലാതെ ജനറലായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രോട്ടിൽ ബോഡി ചെറിയ പ്രശ്നമുണ്ടല്ലോ, അത് ക്ലീൻ ചെയ്ത്. അങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് 5000 രൂപ. പിന്നെ നീ ഒഴിച്ച ഓയിൽ ഏതാണ്? മോട്ടികളാണ്? അഡിനോളിൻ്റെ ഓയിലാണ് ഒഴിച്ചത്. അത് ഡ്യൂക്ക് ഉള്ളവർക്കൊക്കെ അത് അറിയായിരിക്കും. അത്യാവശ്യം കൊള്ളാവുന്ന ഓയിലാണ്. അതിന് ഓയിലിന് തന്നെ എത്ര ലിറ്റർ ഒഴിക്കണം? ഇതിന് 1.5 ലിറ്റർ ഓയിൽ ഒഴിക്കണം. അപ്പം 1 ലിറ്ററിന് എത്ര വരും? 1800 ഒക്കെ വരും. 1 ലിറ്ററിന് എത്ര വരും? 1 ലിറ്ററിന് 1500 വരും. 2 ലിറ്റർ എടുക്കേണ്ടി വരും. 2 ലിറ്റർ അല്ലേ? അപ്പോൾ 1 ലിറ്ററിന് 1500. അപ്പം 2 ലിറ്റർ അപ്പോൾ 3000 രൂപയായി. അതായിട്ട് 1.5 ലിറ്റർ ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി. ബാക്കി വീട്ടിൽ വെറുതെ വെച്ചിരിക്കുക. അപ്പോൾ 3000 രൂപയ്ക്ക് തന്നെ ഓയിലായി. പിന്നെ അല്ലാതെ ടോട്ടൽ ബോഡി ക്ലീനിങ് അവരെ കൂലി, പിന്നെ അല്ലാതെ തന്നെ ജനറൽ സർവീസ് ആയിട്ടുള്ള മറ്റേ ഓയിലിൻ്റെ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനത്തെ എയർ ഫിൽറ്ററൊക്കെ മാറ്റിയാൽ അതൊക്കെ മാറ്റുമ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? എന്തായാലും 30,000 സർവീസ് അല്ലേ? എല്ലാം പക്കയായിട്ട് വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു BS4ൻ്റെ ശബ്ദം ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ആണല്ലേ, BS3യുടെ ഡ്യൂക്ക് 390 വീഡിയോ. അത് തന്നെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെയാണ് പഴയ ഡ്യൂക്ക് 200ൻ്റെ ശബ്ദവും ഇതുപോലെ മുഴങ്ങും നിങ്ങൾക്ക് കുറച്ച് നേരം കേട്ടോണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്കുള്ള ശബ്ദമാണ്. അപ്പോൾ എന്തായാലും നല്ല ഇരുട്ടായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാം. പിന്നെ അതിനെ റബ്ബ് ചെയ്ത് കാണിച്ചൊക്കെ തരാം. അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടില്ല. 27,000 കിലോമീറ്ററിലാണ് ഈ ടയർ മാറി പുതിയ ടയറൊക്കെ ഇട്ടത്. ഇത് അപ്പോളോ ആൽഫ H1 എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ അന്നത്തെ ഷോർട്സിൽ H2 എന്നൊക്കെ പറയുന്നത്, പക്ഷേ H1 എന്ന് പറഞ്ഞ മോഡലാണ്. ഉള്ള പക്ക ഗ്രിപ്പും കാര്യങ്ങളും കോർണറിൽ നിന്നൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഏകദേശം 33,000 കിലോമീറ്റർ അടുപ്പിച്ചായി. അപ്പം 6,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടും വണ്ടി ടയർ കിടക്കുന്നുണ്ടോ? ഇനിയും ഒരു 6,000 7,000 ഒക്കെ ഓടാണ്ട കണക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കറക്കാതെയൊക്കെ വെച്ചിരുന്നാൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഇത് തീരണവരെയും ഓട്ടിക്കാം. അപ്പം അതാണ് നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ ഇഷ്ടം. കുറേ പേര് ചോദിച്ചായിരുന്നു ഡ്യൂക്ക് 200യുടെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതാണ് അതിൻ്റെ ഓണർ. അപ്പോൾ ഇവൻ്റെ ഇൻസ്റ്റ ID മിസ്റ്റർ നിക്ക് എന്നാണ്. അപ്പോൾ നമ്മൾ അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഓണായി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പൊക്കെ മാറ്റുന്ന ഇതൊക്കെ മാറ്റിക്കൊടുക്കും. ഞാൻ പിന്നെ ഈ ഡ്യൂക്ക് പരമായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് 8,000 34,644 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 7,644 കിലോമീറ്റർ ഓടി ഈ ടയറിൽ. അപ്പം അത് കൊള്ളാമല്ലേ? അപ്പോൾ അതെല്ലാം കൊള്ളാം. പിന്നെ അതിൻ്റെ ഫ്യൂവൽ എനിക്കിൻ്റെ സംഭവങ്ങൾ അറിയില്ല, കാരണം എന്താ അത് ട്രിപ്പ് 0 വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ മീറ്ററിനകത്ത് വരുന്ന സാധനങ്ങളുണ്ട്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു അഴുക്കും പിടിക്കാതെ ഇന്ന് കഴുകി സെറ്റായിക്കൊണ്ടാണെന്ന് തോന്നും. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ? കൊള്ളാം.
പിന്നെ ഈ സംഭവം നമ്മളന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ടാങ്ക് നമ്മൾ ഗ്രഫീൻ കോട്ടിങ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ടാങ്കാണ്. ആദ്യത്തെ ടാങ്കിന് കുറച്ച് നല്ല പിള്ളേർ എന്തൊക്കെ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു. പിന്നെ അത് ഡിലീറ്റ് ചെയ്തെന്നാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ശബ്ദം ഒരു രക്ഷയില്ലല്ലേ. എന്തായാലും ഇവിടെ അപ്പുറത്തിപ്പുറത്തൊന്നും വഴക്കുറാത്തോണ്ട് നമുക്ക് സീനില്ല. ഞാനിവിടെ കിടന്ന് എൻ്റെ വണ്ടി പോരെ കാണിക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. അപ്പം കണ്ടോ, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതെന്തോ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഈ ഗ്ലാസ് മാറ്റാൻ പറ്റുമെങ്കിൽ അതൊന്ന് മാറ്റാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോഴേ ചെയ്ത ഒരു സാധനമാണ് ഈ ഒരു റാപ്പ് ഒട്ടിച്ചത്. ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇവിടെയും അപ്പുറ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത്ര നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെയ്താണ്. ഏകദേശം 2-2.5 വർഷമായി. ഇപ്പോഴും അതും ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. അത്രയ്ക്കും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വണ്ടിയാണ്. അപ്പോൾ വേണ്ട, അതാണ് ഡ്യൂക്കിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്യൂക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്യൂക്ക് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അത്ര പേർക്ക് ഡ്യൂക്ക് ഉണ്ടെന്നോ എല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്ത് നമുക്ക് ഉടനെ റിപ്ലൈ അടിക്കുന്നതാണ്. പാവ് എന്തായാലും കൊള്ളാം. പിന്നെ അത് പോയിട്ട് എന്താ ഈ സാധനമില്ലേ, ഈ സാധനം ഇടയ്ക്ക് എൻ്റെ തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ പാർക്കിങ്ങിൻ്റെ ഇടയിൽ തട്ടി പൊട്ടി പിന്നെ ഞാൻ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇതാണ് പുതിയതാണിത്. ഇതിന് ഏകദേശം എത്ര 800-1000 രൂപ അടുപ്പിച്ച് വില ആയിട്ടുണ്ട്. പക്ഷേ രണ്ടിനും സെയിം കളറൊക്കെ തന്നെ, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. പുതിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്കിൻ്റെ ഇടയിൽ അപ്പോൾ എൻ്റെ ആക്റ്റീവ് പോലത്തെ സാധനം വന്ന് തട്ടിയാണ് അങ്ങനെ പൊട്ടിപ്പോയത്. അങ്ങനെ അതൊക്കെ മാറി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. വാവ് എന്തായാലും കൊള്ളാമല്ലേ. ഡ്യൂക്ക് 200. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഡ്യൂക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഡ്യൂക്കിനെ പറ്റി ചോദിച്ചവർക്ക് എല്ലാവർക്കും എന്തായാലും ഡ്യൂക്ക് കൂടെ തന്നെയുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവന് ഫോക്കസ് ആവുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പോകണമെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അവൻ പെട്രോൾ അടിച്ച് സെറ്റാക്കി തന്നെ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തിടാം. നീ പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ടാറ്റ. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാ ഐ ഡി മിസ്റ്റർ നിക്, എൻ്റെ ഇൻസ്റ്റാ ഐ ഡി അശ്വിൻ ജേസ്. ടാറ്റ ബൈ. പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ.